ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലക്കൽ പ്രദേശത്തെ മികച്ച ജൈവ കർഷകനായ ശ്രീ PK കുര്യൻ പുത്തൻപുരയിൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. ഇടുക്കി ജില്ലയിലെ വെള്ളത്തുവൽ പഞ്ചായത്തിലെ 8-ാം വാർഡിൽപ്പെട്ട എല്ലക്കലിലെ വളരെ വർഷങ്ങളായിട്ട് ജൈവകൃഷിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മികച്ച ജൈവ കർഷകനായ ശ്രീ കുര്യൻ PK പുത്തൻപുരയിൽ. അദ്ദേഹത്തിന്റെ വീട്ടുപേര് കൊന്നയാങ്കൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷേ ഔദ്യോഗിക വീട്ടുപേര് പുത്തൻപുരയിൽ എന്നാണ്. കുര്യാച്ചൻ ചേട്ടൻ പുത്തൻപുരയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ ജൈവകൃഷിയിലെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. പ്രധാനമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്? നേരത്തെ മുതലാണെങ്കിൽ ആദ്യകാലത്ത് ഇവിടെ കൃഷി ഇറക്കുന്ന സമയത്ത് എൻ്റെ ചാച്ചനായിരുന്നു. ചാച്ചന് നെല്ല് ആണ് ആദ്യം ഫസ്റ്റിൽ ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നത്. നെല്ല് നമുക്ക് പട്ടംതാണുകളുടെ കാലത്ത് നമുക്ക് 5 ഏക്കർ സ്ഥലം പതിച്ച് നൽകിയതാണ്. അതും പ്രകാരമാണ് നമ്മളിവിടെ ആദ്യകാലത്ത് കുടിയേറ്റം നടത്തിയത്. പട്ടംതാണുപിള്ളയുടെ കാലത്ത് നമുക്ക് ജനങ്ങൾക്ക് നാട്ടിൽ ഭക്ഷ്യക്ഷാമം ഉള്ളത് കൊണ്ട് നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് ഇവിടെ വന്ന് 5 ഏക്കർ സ്ഥലം നമുക്ക് പതിച്ച് തരികയും അതിൽ കൃഷി ഇറക്കുന്ന ആദ്യം കുരുമുളകൊന്നും അല്ല, ആദ്യം നമ്മൾ ചെയ്യുന്നത് നെല്ലാണ് കൃഷി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് നടുതലുകളൊക്കെ വന്നത്. ഏത് വർഷത്തിലാണ് ഇവിടെ മാതാപിതാക്കളായിട്ട് വന്നത്? 48-49 വർഷങ്ങളിലാണ് നമ്മളിവിടെ വന്നത്. അപ്പൊ അന്ന് ഈ എല്ലക്കൽ പ്രദേശത്ത് കുടിയേറിയ ആദ്യ കുടിയേറ്റക്കാരിലെ ഒരു കുടുംബമാണിത് അല്ലേ? ആദ്യം ഞങ്ങൾ 2-3 കുടുംബക്കാരെ അന്ന് വന്നിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ കുടുംബത്തിൽപ്പെടുന്നവരാണ് എൻ്റെ ചാച്ചനൊക്കെ. അപ്പൊ അന്ന് ഈ വന്നിട്ട് ആദ്യം നെൽകൃഷിയായിരുന്നു അല്ലെ? അതിന്റെ പിന്നീടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പ, ചേന, ചേമ്പ് അങ്ങനെയുള്ള നടിൽ കൃഷികളെല്ലാം നടത്തി. അതിന് കഴിഞ്ഞിട്ട് കൊടിയാണ് മെയിനായിട്ട് നമ്മൾ അന്ന് കൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ബ്രാൻഡ് കൊടി ഉണ്ടായിരുന്നു, കൊന്നയാങ്കൽ മുണ്ടി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഏത് വർഷമൊക്കെ ആയപ്പോഴാണ് ഈ കുരുമുളക് കൃഷി ആരംഭിച്ചത്? 50-51 കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കൃഷി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആ കൊന്നയാങ്കൽ മുണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഞങ്ങളുടെ കൊടിയാണത്. അത് ബ്രാൻഡായിട്ട് ആൾക്കാർക്ക് ഈ പ്രദേശത്ത് ഒത്തിരി സ്ഥലങ്ങളിലോട്ട് ആ കുടിത്തല ഇവിടുന്ന് ഇപ്പം ഞള്ളാനി എന്നൊക്കെ പറയുന്നത് പോലെ കൊന്നയാങ്കൽ മുണ്ടി ഈ തൊട്ടടുത്ത കാലത്ത് കാമ്പ്രാലെ ഒരു സഹോദരൻ അത് കൂട്ടി തൈ ഉണ്ടോ, അതിൻ്റെ 2 തല തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. അത് അത്രയും നല്ലൊരു കൊടിയാണത്. കൊന്നയാങ്കൽ എന്നാണ് പൊതുവെ ഇവിടെ ആളുകൾ വീട്ടുപേര് അറിയപ്പെടുന്നത് അല്ലേ? കൊന്നയാങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും വീട്ടുപേര് പുത്തൻപുരയിൽ നിന്നാണ്. ശരിക്കും വീട്ടുപേര് പുത്തൻപുരയില്. അപ്പോൾ കൊന്നയാങ്കൽ എന്നാണ് പൊതുവെ എല്ലക്കല്ല് അല്ലെ കുഞ്ചിതനി പ്രദേശത്ത് അറിയപ്പെടുന്ന കുര്യൻചാരന്റെ വീട്ടുപേര്. ഔദ്യോഗികമായ വീട്ടുപേരാണ് പുത്തൻപുരയിൽ. അങ്ങനെയാണ് കൊന്നയാങ്കൽ മുണ്ടി എന്ന കുരുമുളക് ഇനം വ്യാപകമായി പ്രചരിച്ചത് അല്ലേ? അതെ അതെ, അന്നത്തെ അങ്ങനെയാണ് കൊന്നയാങ്കൽ മുണ്ടി എന്നുള്ള കുടിത്തല വ്യാപകമായിട്ട്. ഈ കുരുമുളകിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ കുരുമുളക് പറിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇച്ചിരി പാടുള്ളതാണ്. അതുപോലെ തന്നെ മൂത്ത് പെട്ടെന്ന് പൊഴിഞ്ഞു ചാടുന്ന അവസ്ഥയില്ല. നല്ല ഇച്ചിരി കടുപ്പമുള്ള മുളകാണ്. അതുപോലെ കൊടി അങ്ങനെ ലാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ നിന്നോളും. പെട്ടെന്ന് ഒരു കേട് വന്ന് പോകുന്ന ഒരു കൊടിയല്ലത്. അതുപോലെ ഉറപ്പുള്ളതാണ്. പറിച്ചെടുക്കാൻ മതിക്കാനും ഒക്കെ നമുക്ക് മുളകിന് ഇച്ചിരി പണിക്ക് ഭാരമുണ്ട്. അത് നിന്നോളും കൊടി വർഷങ്ങളായി. കൊടി അതിൽ കായ്ച്ചു കഴിഞ്ഞാൽ ആ മുളക് പഴുത്താൽ പോലും അത് പൊഴിഞ്ഞു പോകുകയല്ല അല്ലേ? പഴുത്താൽ പോലും അങ്ങനെ പെട്ടെന്ന് പൊഴിഞ്ഞു പോലെ. അതുപോലെ കിളിശല്യവും കുറവുണ്ട്. കിളിശല്യം മറ്റുള്ള മുളകൾ കിളി തിന്നുമ്പോൾ ഇത് തിന്നാൻ അത്രയും ശല്യം ചെയ്യാറില്ല. ഒരു നല്ല ഇനമാണത്. ഇപ്പോഴും ഈ കുരുമുളക് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. കൊന്നയാങ്കൽ മുണ്ടി ഉണ്ട്. നല്ല ഏറ്റവും താഴെ നിൽക്കുന്ന ചവക്കയിലാണെങ്കിൽ എനിക്ക് ഏണിക്ക് എത്തുകയില്ലാത്ത രീതിയിൽ ആ കൊടി കയറി പോകുന്നുണ്ട്. അത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന കൊടിയാണ്. ഇത് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷമാകുമ്പോഴത്തേക്കും കായ്ക്കും? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 വർഷം കഴിയുമ്പോൾ 3-ാമത്തെ വർഷം മുതലേ നമുക്ക് കുറച്ച് കിട്ടും. അതുപോലെ ഇതിന് അട്ടക്കാല് പിടുത്തം നമ്മൾ കെട്ടിക്കൊടുക്കണോ അതോ തന്നെ കയറിക്കൊള്ളുമോ? അതിന് നല്ല അട്ടക്കാല് പിടുത്തം ഉണ്ട്. നമ്മൾ ആ ചൗക്കയിലൊക്കെ മണ്ടലോട്ട് കയറി പോകുന്നതിന് കെട്ടിക്കൊടുത്തിട്ടൊന്നും അല്ല നമ്മൾ കയറി പോകുന്നത്. ആദ്യം ചുവട്ടിലൊന്ന് ചെറുതായിട്ട് പാളവള്ളി അല്ലെ വാഴവള്ളിയൊക്കെ ഉപയോഗിച്ച് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് വള്ളി ചെറുവള്ളിക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നീട് നമുക്ക് കയറാണ് നല്ലത്. കയറാണ് ഉപയോഗിക്കേണ്ടത്. കയറും അതുപോലെ തന്നെ
എല്ലാ കയറും അല്ല, അത് ഇച്ചിരി അലുത്ത് പോകുന്ന ടൈപ്പ് കൊടി കെട്ടുന്ന കയറുണ്ട്. ആ ടൈപ്പ് കയറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ പാളയുടെ ആദ്യം ചെറുപ്പത്തിൽ പാളയുടെ അങ്ങനത്തെ കുഞ്ഞ് നാരുണ്ട്. നാര് നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നുവെച്ചാൽ നാര് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തുന്ന, അപ്പോൾ പൊളിച്ചത് കീറി പാളവള്ളി ഏറ്റവും ആദ്യം കെട്ടാവുന്ന പാളവള്ളി. അത് കഴിഞ്ഞ് പിന്നെ നാരാകുമ്പോൾ ഇച്ചിരി ബലമുണ്ട്, കുറച്ചുകൂടെ നിന്നോളൂ, ഒരു വർഷത്തേക്ക് സുഖമായിട്ട് നിൽക്കും. പിന്നെ കയറാണ് ഉപയോഗിക്കേണ്ടത്, കെട്ടിക്കൊടുക്കണത് നന്നായിട്ട് കെട്ടിക്കൊടുത്ത് കയറ്റി വിട്ടെങ്കിൽ മാത്രമേ കൊടി നമുക്ക് മുമ്പോട്ട് കയറിപ്പോകത്തുള്ളൂ. ഒത്തിരി വളവോ കിളയ്ക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കൊടി ചുവട്ടിൽ പണിയുക എന്ന് പറഞ്ഞാൽ ശരിക്കും പണിയുന്ന 3 വർഷമേ തൂമ്പായും കൊണ്ട് കിളയ്ക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും പണിയുവാണെങ്കിൽ ഈ മേൽമണ്ണ് മാത്രമേ തൂളാൻ പാടുള്ളൂ. അത് ചുവട്ടിൽ പള്ള പറിച്ച് പള്ളയൊക്കെ ചെത്തിക്കൂട്ടൽ അങ്ങനെയുള്ള പരിപാടികളുണ്ട്. പൊതയിടിയിൽ എന്ന് പറയും, പൊതയിടണം. നമ്മൾ ചെറുകൊടിക്കൊക്കെ കൃത്യമായിട്ട് പൊതിഞ്ഞ് കെട്ടണം. അത് ഏത് സമയത്താണ് പൊതയിട്ട് കൊടുക്കേണ്ടത്? വേനൽക്കാലം തുടങ്ങുന്ന സമയത്ത് ചെത്തിക്കൂട്ടി പൊതിയുക എന്നുള്ള സംവിധാനം. അത് പാളയുടെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരവസ്ഥയിലുള്ള ഒരു പെട്ടെന്ന് പോകുകയില്ലാത്ത ഒരു സാധനം വേണം. ഇന്നിപ്പോൾ എല്ലാവരും പേപ്പർ കൊണ്ടാണ് പൊതിയുന്നത് അല്ലേ? പേപ്പർ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അത് പാളയുടെ ഈ തുഞ്ചാണി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനമാണ് അതിന് നല്ലത്. പാളയുടെ തുഞ്ചാണിയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പം വെയിലേക്കാതെ വെയിലടിക്കരുതെന്നാണ് കുഞ്ഞായിരിക്കുമ്പോൾ. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ കെട്ടിക്കൊടുക്കുന്ന എന്നുള്ളതാണ് പിന്നത്തെ പ്രധാനം. കൊടി കെട്ടിക്കൊടുത്തില്ലേ ചാടിപ്പോവും. കട്ടപ്പാൽ പിടിക്കാൻ ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പം നല്ല മരമാണെങ്കിൽ അട്ടക്കാലിൽ നന്നായിട്ട് പിടിച്ചു പോകും. ഇപ്പം ഞാനിവിടെ ഒരു വെറൈറ്റി ചെടി പിടിപ്പിച്ചായിരുന്നു. അതിൽ അട്ടക്കാല് പിടിക്കുന്നത് എങ്ങനെ പിടിക്കുന്നതെന്ന് പോയി അത് പിടിച്ചു നോക്കിയാൽ നല്ല മുരിക്കിനേക്കാളും പിടുത്തം. അതിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ ചെടിക്കൊരു തണുപ്പുമുണ്ട്. അതിൻ്റെ അട്ടക്കാല് പിടിക്കും, നല്ല രീതിയിൽ പിടിക്കും. ചൗക്കലും കയറിക്കോളും. ചൗക്കലും നല്ലതാണ്. കൊടിയുടെ തല മുറിച്ച് ഇടുകയാണോ ചെയ്യുന്നത്, അതോ ഇത് നമ്മൾ തവാരണ ആക്കിയിട്ട് തൈ നടുകയാണോ ചെയ്യാറുള്ളത്? നമുക്കിവിടെ തല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ തവാരണ കാര്യങ്ങളൊന്നുമില്ല. മഴക്കാലം തുടങ്ങുന്ന സമയത്ത് വേരോടുന്ന തലകൾ ആണ് കൂടുതൽ വരും. നമ്മളൊന്ന് അത് നിർത്തി ചെയ്യണം. പണി ചെയ്യുമ്പം തല കളയാതെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള തലകൾ ആ വർഷത്തിൻ്റെ സമയത്ത് കിട്ടും. അത് മുറിച്ചിടുന്നതാണ് നല്ലത്. 4-5 തലയിൽ കൂടുതൽ ഇടരുത്. അപ്പോൾ തല ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഈ തല തമ്മിൽ മുട്ടാൻ പാടില്ല. മണ്ണിനകത്ത് വെക്കുമ്പോൾ തല തമ്മിൽ ചേർന്നിരുന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അത് അകലം നമ്മുടെ കൈവിരൽ ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്ന ഇതുപോലെ ഇച്ചിരി അകലത്തിൽ വേണം നമ്മൾ തൈകൾ വെക്കാനായിട്ട്. ഇനി തമ്മിൽ മുട്ടിയിരിക്കാൻ പാടില്ല. മുട്ടിയിരുന്ന് കഴിയുമ്പോൾ അത് ചീഞ്ഞു പോകും. ഇച്ചിരി അകലം ഇട്ട് വേണം നമ്മൾ 5 കൂടുതൽ ഒരു കാരണവശാലും ഒരു മരത്തിലും വെക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ നമ്മൾ 5 തണ്ടുകൾ വരെ ഒരു കുഴിയിൽ നട്ടിട്ട് പരിപാലിച്ച് വന്ന് പിന്നീട് 3-ാം വർഷം ആകുമ്പോഴത്തേക്കും കായ്ക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അത് പിന്നീട് ഇതിന്റെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് മുകളിലേക്ക് കയറി പോകുമോ? ഏറ്റവും കൂടുതൽ നമുക്ക് ഏണി എത്തുകയല്ലാതെ കയറി പോകുന്നത് ഞങ്ങൾ ചെയ്യാറുള്ളത്, ഏറ്റവും മണ്ടയിൽ കയറി പോകുന്നതിൻ്റെ പരിധി കഴിയുന്നതിന് നമ്മൾ പൈ വലിച്ച് അടിച്ചു നിർത്തും. ഇല്ലെങ്കിൽ നമ്മൾ പരിധി വിട്ട് ഈ ചൗക്കയിലൊക്കെ 2 ഏണി വെച്ചാലും കയറി പോകാത്ത രീതിയിൽ ആ കൊടി കയറിപ്പോവും. അതുപോലെ തന്നെ വേറെ കാര്യം, ഏറ്റവും മണ്ടയിലോട്ട് ചെല്ലുമ്പോഴാണ് കൊടിയുടെ കാഫലം കൂടുതലും. നല്ല രീതിയിൽ നിൽക്കുന്ന കായ കിട്ടുന്നത് ഏറ്റവും മണ്ടലിട്ടാണ്. ഏറ്റവും ആദ്യം പഴുക്കുകയും ചെയ്യുന്നതും മുകളിലാണ്. മുളക് നന്നായിട്ട് നിൽക്കുന്നത് ഏറ്റവും മണ്ടൽ. ചോല ഉള്ളടത്ത് കൊടിക്ക് ആയുസുണ്ട്, ചോല കുറവുള്ളടത്ത് ഇച്ചിരി ആയുസ് കുറയും. അങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങൾ. രാസവളം ഒന്നും ഒരു കാരണവശാലും ഇട്ട് കൊടുക്കാൻ പാടില്ല. സ്ലറി നല്ലതാണ്. സ്ലറിക്കൊക്കെ ഒഴിക്കുന്നതിനൊക്കെ ഒരു കണക്ക് വേണം. നമ്മൾ കൂടുതൽ സ്ലറിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കൊടുക്കുക. അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയിടാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. മണ്ണിര കമ്പോസ്റ്റിനെ വെല്ലാനായിട്ടൊരു രാസവളവോ വേറൊരു വളവോ ഇല്ലെന്ന് എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയും. ഈ മണ്ണിര കമ്പോസ്റ്റൊക്കെ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിവിടെ കന്നാലി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നേരത്തെ. ആ കന്നാലിയുടെ വേസ്റ്റ് വരുന്നത് നമ്മൾ കൃഷിഭവനിൽ നിന്നൊരു മണ്ണിര കമ്പോസ്റ്റിന് യൂണിറ്റ് കിട്ടിയായിരുന്നു. ആ യൂണിറ്റിൽ 4 കള്ളിയായിട്ട് വാരിയിട്ടിട്ട് അതിനകത്ത് കുറച്ച് മണ്ണിനെ കൊണ്ട് പിന്നെ ചാണകത്തിൻ്റെ വെള്ളം ഒഴിക്കും. ചാണകം ഇടയ്ക്ക് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാമെങ്കിൽ മണ്ണിര വളരാനും ഇത് മിക്സ് ചെയ്യാനും എളുപ്പമുണ്ട്. അങ്ങനെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കുമായിരുന്നു. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ ജൈവ രീതിയിലാണല്ലോ കുര്യൻ ചേട്ടൻ കൃഷികളൊക്കെ ചെയ്യുന്നത്. അതിന്റെ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടോ? ജൈവ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ജൈവത്തിൽ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള 2 കൃഷിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഏത്തവാഴയും, രണ്ടാമത് എനിക്കും മനസ്സിലായിട്ടുള്ളത് നാടനേലത്തിന് അത്രയും പ്രശ്നമില്ല, അല്ല പുതിയ വെറൈറ്റി ഏലങ്ങളാണ് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം ആരോട് സംസാരിച്ചപ്പോൾ ഒരാൾ 5000 രൂപയ്ക്ക് വരെയും ജൈവ കായ കൊടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതിനെക്കുറിച്ച് ഒന്നും കൂടെ കാര്യമായിട്ട് പഠിക്കാനാണെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയാണ്. ഏലവും ഏത്തവാഴയും മാത്രമാണ് ജൈവ കൃഷിയായിട്ട് അല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ജൈവ കൃഷിയായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള 2 കൃഷികൾ അല്ലേ? അതെ. പിന്നെ എനിക്ക് കൊക്കോയായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നുവെച്ചാൽ കൊക്കോയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയിട്ട് ലേബർ കോസ്റ്റ് ചിലവ് കുറവുള്ള ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കൊക്കോയ്ക്ക് ഇച്ചിരി വില ഇടിച്ചപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഉള്ള വിലയൊക്കെ അധിക വിലയുണ്ട്. കൊക്കോയും കൃഷി ചെയ്യുന്നുണ്ടോ? കൊക്കോ ഉണ്ട്, കൃഷിയുണ്ട്. കൊക്കോയും കുരുമുളകുമാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. അതെ അതെ, കൊക്കോയും കുരുമുളകുമാണ്. ഇപ്പൊ കൊക്കോയാണ് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലായിട്ട് പ്രധാന കൃഷിയായിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാർ തലത്തിൽ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മോട്ട് മുമ്പോട്ട് പോകത്തില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കുരങ്ങിന്റെ ഒരു വമ്പിച്ച ശല്യം നമുക്ക് വരുന്നുണ്ട്. ആ കുരങ്ങിനെ ഒന്ന് മാറ്റിത്തരാനുള്ള സർക്കാർ തലത്തിലല്ലാതെ നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കർഷകർക്ക് ഞങ്ങളുടെ സ്ഥലത്ത് കയറുന്ന ഇങ്ങനെ തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള തോക്കും ലൈസൻസും തരേണ്ടതാണ്. എന്നാലേ കർഷകന് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഏലം, ഇപ്പൊ പുതിയ ഏലങ്ങൾ ഇടുമ്പോഴും ആ ഏലത്തിന്റെ ചിമ്പൊടിച്ച് തിന്നുന്ന ഒരവസ്ഥ ഇപ്പൊ കുരങ്ങിൽ നിന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ കൃഷിഭവൻ മുഖേനോ ഫോറസ്റ്റുകാർ മുഖേനോ ഏതെങ്കിലും രീതി സർക്കാർ തലത്തിൽ തരുന്നത് ഒരു കർഷകന് ജീവിക്കാനുള്ള അനുവാദം എന്ന് ഞാൻ പറയും. അനുവാദം തരണമെങ്കിൽ സർക്കാർ തരണം, എന്നാലേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കർഷകന് ഇപ്പോൾ പറ്റുള്ളൂ എന്നൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എത്ര ഏക്കർ കൃഷി സ്ഥലമുണ്ട്? 3 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ വൈഫിന്റെ പേരിൽ ഒരു 2 ഏക്കർ ഉണ്ട്. അങ്ങനെയൊക്കെ. ഇതിൽ ഈ കൊക്കോ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൊക്കോ മാത്രമാണോ കൃഷി ചെയ്തിട്ടുള്ളൂ? കൊക്കോ അല്ല, ഇടവിളയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാം മിക്സ്ഡ് ആയിട്ടാണ്, കുരുമുളകും കൊക്കോയും ഒക്കെ കൂടെ മിക്സ് ആയിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ കൊക്കോ കൃഷിയിലേക്ക് വന്നാൽ ഏത് ഇനം കൊക്കോയാണ് കൃഷി ചെയ്തിട്ടുള്ളത്? ഇനം എന്ന് പറയാനായിട്ട് ഇപ്പം അന്ന് കാഡ്ബറിസുകാർ ഇവിടെ തൈ തന്നു. ആ തൈകൾ നമ്മൾ വാങ്ങിച്ച് വെച്ചു. ഇനം എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഞാൻ ഒരു ഇനം കൃത്യം കണ്ട ഒരു ചുമല കൊക്കോ, നല്ല ഈൽഡ് തരുന്ന ഒരു ചുമല കൊക്കോ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റിയിലൊരു തെളിം പ്രദേശത്തൊരു കൊക്കോ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അതിൽ കിട്ടിയതിൻ്റെ കണക്കൊക്കെ പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അതിന് കൊക്കോ ഈൽഡ് തന്നിട്ടുണ്ട്, കായുണ്ടെന്നുണ്ട്. കണ്ടാൽ ആരും കൊതിക്കുന്ന രീതിയിൽ എല്ലാവരും കണ്ടിട്ട് കാണും. നമ്മുടെ അല്ലെങ്കിൽ സിറ്റിയിൽ കവലയിൽ ഒരു കൊക്കോ നിൽക്കുന്നത് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുടെ ഉണ്ട്, തെളിച്ചത്തിൻ്റെ ഉണ്ട്. ഈ റോസ് ഒരു ചുമല കൊക്കോ ഏറ്റവും നല്ലതായിരുന്നു. ഈ കൊക്കോ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തൈ തിരഞ്ഞെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? കൊക്കോ തൈയിലെ ഏറ്റവും തലത്തൈ എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഇതിന് കായ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കാപിടുത്തം ഉള്ളതും വലിപ്പമുള്ളതും സൈസ് ഉള്ളതും ഒക്കെ ആയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഏത് കൊക്കത്തോട്ടത്തിലാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കൊക്കോയുടെ വേണം എടുക്കാൻ. അതുപോലെ തന്നെ അതിനകത്ത് ഈ കാവലിപ്പം കുറഞ്ഞ ഒരു കായും നമ്മൾ തൈയായിട്ട് ഇടാൻ കൊള്ളില്ല. പിന്നെ ബഡ് കൊക്കോ വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെതായ രീതിയിലുള്ള ശരിക്കുള്ള ബഡിൻ്റെ തൈ അതിൽ വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ബഡ് കൈ കണ്ടു, ഞാനിവിടെ വാങ്ങിച്ച് വെച്ചായിരുന്നു. പക്ഷെ അതിലും കുറച്ചുകൂടെ ഈൽഡുള്ള സൈസ് ബഡ് കണ്ണു വെക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിലും മികച്ച തൈ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ കൊക്കോ നമ്മൾ കൃഷി ചെയ്തിട്ട് എത്ര വർഷം ആകുമ്പോഴത്തേക്കും കായ ഉണ്ടായി തുടങ്ങി? അത് ബഡ് കൊക്കോയാണെങ്കിൽ 2-ാം വർഷം 3-ാം വർഷത്തിനകം കായ ഉണ്ടാവും. മറ്റ് 4-5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും 2 കാ 3 കാ കുറേ 5-6 വർഷം കഴിയുമ്പോഴേ നല്ലപോലെ കായ കിട്ടത്തുള്ളൂ. നേരത്തേക്കും പിന്നെ ചാണകം ആണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്ലറി ഇങ്ങനെയുള്ളതാണ് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. സാധനം ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് കായ്ക്ക് വലിപ്പവും ജൈവം തന്നെ ചെല്ലണം. രാസവളത്തിൻ്റെ പ്രയോഗം എനിക്കില്ല. അതുകൊണ്ട് ആ രാസവളക്കാർ കുറച്ചുകൂടെ ഈൽഡ് കിട്ടുന്ന ഒരവസ്ഥയൊക്കെ ചിലർ സംസാരിക്കുന്നവരുണ്ട്. അല്ലാത്ത വളങ്ങളാണേലും
മണ്ടർ കമ്പോസ്റ്റ് ആണ് ഏറ്റവും നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചാണകത്തിനേക്കാളും ഒക്കെ നല്ലതാണ് മണ്ടർ കമ്പോസ്റ്റ്. മണ്ടർ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ വളരെ ഉപകാരപ്രദമാണോ, നമുക്ക് ആ ഓരോ ചെടിയുടെ കളർ വരെ മാറുന്നത് നമുക്ക് നോക്കി നിന്നാൽ കാണാവുന്നതാണ്. ആ അന്നേരം നിൽക്കുന്ന കൊഴുപ്പല്ല, പിന്നെ ആ ചെടിക്ക് കളറിന് വ്യത്യാസം വരെയും കാണാം നമുക്ക്. മുമ്പ് ഒരുപാട് കൊക്കോ ഉണ്ടായിരുന്നല്ലേ, ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറെ കൊക്കോ വിളവിൽ കുറവ് വന്നിട്ടുണ്ടല്ലേ? 18-ലെ പ്രളയം കഴിഞ്ഞ് പിന്നെ ശരിക്കുള്ള ഒരു ഈൽഡ് വന്നിട്ടില്ല. പിന്നെ ഈൽഡ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും ചാണകവും എന്നെ സംബന്ധിച്ചിടത്തോളം കാപ്പിക്കുരുവിൻ്റെ മില്ലുള്ളതുകൊണ്ട് കാപ്പിക്കുരുവിൻ്റെ തൊണ്ട് മുഴുവൻ ഞാൻ എൻ്റെ പറമ്പിലോട്ട് ജൈവമായതുകൊണ്ട് കംപ്ലീറ്റും എൻ്റെ പറമ്പിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ജൈവ സമ്പുഷ്ടമായിട്ടൊരു പറമ്പായിട്ട് ഞാൻ നിലനിർത്തിയിട്ടുണ്ട് ഇത്ര നാൾ. ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ ജൈവ സർട്ടിഫിക്കേഷനിൽ അംഗമായിട്ടുണ്ട്? ഏകദേശം ഒരു 10-20 വർഷത്തിൽ കുറയാതെ ആയിട്ടുണ്ട്. കാഡ്സിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. കാഡ്സ് തൊടുപുഴ കാഡ്സിലാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുന്ന് ഗ്രൂപ്പായിട്ട് 10 പേര് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് 9 പേരെ ഉള്ളായിരുന്നു. അതിൽ 10ാമത്തെ ഒരാളുടെ പേര് കൂടെ ചേർത്ത് ആണ് ഞാനന്ന് ഗ്രൂപ്പ് അവിടെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പോയത്. നമുക്ക് ഇത്രയും ദൂരം ഉള്ളതുകൊണ്ടും ഇത്ര ആൾക്കാരുള്ളതുകൊണ്ടും കാഡ്സിൽ നിന്ന് പിരിയണമെന്ന് കാഡ്സുകാർ തന്നെ പറഞ്ഞ് നമ്മളെ ഇവിടെ ബ്രാഞ്ചാക്കിയാണ് നമ്മളന്ന് കോപ്സ് അടിമാലി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യകാലം മുതലുള്ള ഇവിടുത്തെ ഒരു ജൈവ കർഷകനാണ് കുര്യൻ ചേട്ടൻ. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ജൈവ കൃഷിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രധാനമായിട്ടും കൊക്കോയും കുരുമുളകും പിന്നെ റബ്ബർ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? റബ്ബർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. റബ്ബർ ആ ബഡല്ലായിരുന്നു, നാടനായിരുന്നു. അത് കഴിഞ്ഞ് ബെഡ് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. റബ്ബറിനും കാലാവസ്ഥ മോശമല്ല. ഈ കൊക്കോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ വെട്ടി ഒരുക്കലൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ? അകത്താണ്, നമ്മൾ പുറത്തോട്ടുള്ളതല്ല വെട്ടേണ്ടത്. നമ്മൾ അകത്ത് ഉള്ളിലുള്ളത് ശേഖരങ്ങളാണ് എടുത്തു കളയേണ്ടത്. പുറത്തോട്ടുള്ള ശേഖരങ്ങൾ പുറത്തോട്ട് തന്നെ ബ്രാഞ്ചാസായിട്ട് നിൽക്കണം. പക്ഷെ നമ്മൾ ഉള്ളിൽ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെ ക്രോപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ലതാണ്. അത് ഒരു വർഷത്തിൽ എത്ര തവണ ചെയ്യേണ്ടി വരും? ഒരു വർഷത്തിൽ ഒന്ന് ചെയ്യുക. പിന്നീട് നമ്മൾ കായ എടുക്കാൻ പോകുമ്പോൾ ചെറിയ തളുപ്പുകൾ കൊത്തി കളഞ്ഞാൽ മതി. അതിന് പ്രത്യേകിച്ച് ഒരു പണിയായിട്ട് വേണ്ട. കളക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ, പണിക്കാരല്ല പോകുന്നെങ്കിൽ അവനവന് പോകുമ്പോൾ അതും കൂടെ അറിയാതെ ചെയ്തു പോകാവുന്ന കേസേ ഉള്ളൂ. ഇനി ഈ ആഴ്ചയിൽ എത്ര തവണയൊക്കെ ഈ കൊക്കോ വിളവെടുക്കാൻ സാധിക്കും? നമ്മൾ ആഴ്ചയിൽ ഒന്നേ ഒക്കെ വിളവെടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഈ കുരങ്ങ അണ്ണാൻ ഇങ്ങനത്തെ ശല്യം ഉണ്ടെങ്കിൽ നിലനിൽക്കാതെ നമ്മൾ ത്രൂഔട്ട് പോയിക്കൊണ്ടിരിക്കുക. ചനയ്ക്കുന്നതിൽ കൂടുതൽ ചനയ്ക്കാത്ത കാ പറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണനിലവാരം കുറഞ്ഞു പോകും. നമുക്ക് കൃത്യമായിട്ട് പറിക്കേണ്ടത് ചനയ്ക്കാൻ തുടങ്ങിയിട്ട്, ചന എന്ന് പറഞ്ഞാൽ കാണാൻ മഞ്ഞപ്പ് കണ്ടിരിക്കണം. അതിന് മുമ്പ് നമ്മൾ കാ പറിച്ചാൽ അതിന് ഗുണനിലവാരം കുറയും. അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. വെച്ചാൽ ഈൽഡ് കുറയും, തൂക്കം കുറയും, നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പം കാണത്തില്ല, ഗുണനിലവാരം ഒത്തിരി താഴെ പോകും. കുരങ്ങിൻ്റെയും അതുപോലെ അണ്ണാൻ്റെയും ശല്യമുള്ള സമയത്ത് ഒരു 1-2 ദിവസമൊക്കെ കൊക്കോ പറിക്കാനായിട്ട് പോകേണ്ടി വരും അല്ലേ? കുരങ്ങിന്റെ ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അണ്ണാന്റെ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും രീതിയുണ്ട്. കുരങ്ങിന്റെ പറഞ്ഞാൽ 1-1.5 അല്ല, ഒരു ദിവസം ചെന്നാൽ പോലും അവന്മാര് പച്ചയും പിഞ്ചും ഒക്കെ പറിച്ച് നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പൊ കുരങ്ങന്മാരുടെ അവസ്ഥ വന്നിരിക്കുന്നത്. ഇപ്പോ ഈ കൊക്കോ നമ്മളെങ്ങനെ പച്ചക്കാണല്ലോ വിൽക്കുന്നത്? കായ എടുത്ത് പരിപ്പ് ഉണങ്ങിയല്ലേ വിൽക്കുന്നത്? പരിപ്പ് വേനൽക്കാലത്ത് നമ്മൾ പരിപ്പ് ഉണങ്ങി കൊടുക്കാം. 7 ദിവസമാണ്, 6 ദിവസം 7 ദിവസം പുളിപ്പിച്ച് മറിച്ചും തിരിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒറ്റ ഇതായിട്ട് വെക്കാതെ ഒന്ന് മറിച്ച് തിരിച്ചു വെച്ച്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ പുളിപ്പിനൊരു ഇച്ചിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു ദിവസമൊക്കെ ബക്കറ്റിലിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ ചാക്കിനകത്തിട്ട് വെള്ളം വലിയാനായിട്ട്, വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പുളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്കറിയാം. മണങ്ങൾ ഇച്ചിരിയുടെ തണുപ്പ് ഉള്ള കാലാവസ്ഥയിൽ പുളിപ്പിനൊരു ഇച്ചിരി കുറവ് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ സൂക്ഷിക്കുന്നത് ഇച്ചിരി ചാക്കിനകത്തിട്ടാണെങ്കിലും ഞാനത് ബക്കറ്റിലോട്ട് വെള്ളം വലിയാനുള്ള സംവിധാനം വെച്ചിട്ട് ചാക്കിനകത്ത് ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ തണുത്ത് പോകാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് പുളിപ്പ് വേണ്ടി നാട്ടിൽ പോകുമ്പോൾ പ്രശ്നമില്ല. നാട്ടിലോട്ട് അതാണ് തമിഴ്നാടിന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നേരുമംഗലം പാലത്തിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഫെർമെന്റേഷൻ ക്ലിയർ ആകുന്നത് എന്നാണ് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ കൊക്കോയ്ക്ക് എന്ത് വില കിട്ടുന്നുണ്ട്? ഈ കഴിഞ്ഞ പ്രാവശ്യം ലക്കി എന്ന് പറയുന്ന രീതിയിൽ ഒരു 1000 മേളിൽ ഒന്നെങ്കിലും 1000 രൂപയൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ എല്ലക്കല്ല് മാർക്കറ്റിൽ തന്നെ കിട്ടി. ഇപ്പോൾ 750 രൂപ വരെയൊക്കെ മാർക്കറ്റിലുണ്ട്. 500 മേളിൽ ഒരു നല്ല വിലയാണ്. അതുപോലെ തന്നെ കുരുമുളകിന് ഈ വിലയൊന്നും പോരാ. നമ്മൾ പരിപാലിച്ച് കൊണ്ടു നടക്കുന്നതിൻ്റെ അനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലേബറും ഇന്നത്തെ ജീവിത രീതി എല്ലാം കൂടെ കണക്കിട്ട് ഒരു 3000 രൂപയെങ്കിലും കുരുമുളകിന് തരണ്ട. അതുപോലെ തന്നെ ഈ കുരുമുളക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇമ്പോർട്ട് ചെയ്ത് ഈ നമ്മുടെ ഇടുക്കിയിലെ കുരുമുളകിനെ വെടക്കാക്കുക എന്ന് ഞാൻ മലയാളത്തിൽ പറയും. വെടക്കാക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പുറത്തുനിന്നുള്ള മുളകുകൾ നമ്മുടെ രാജ്യത്തോട്ട് ഇറക്കിയിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഇന്ത്യൻ കുരുമുളകായിട്ട് കയറ്റിവിട്ട് ഇന്ത്യൻ കുരുമുളകിൻ്റെ പേര് തന്നെ കളഞ്ഞെന്നാണ് ഞാൻ പറയുന്നത്. വ്യക്തമായിട്ട് പറയുന്ന കാര്യം. ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വരെ
ഇതിന് നമുക്ക് കർഷകന് ഗുണം ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് എക്സ്പോർട്ടിംഗ് ലൈസൻസ് കൊടുക്കുന്നിടത്ത് നമുക്ക് സബ്സിഡി വരെ അനുവദിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സബ്സിഡി വാങ്ങിക്കുന്നത് കർഷകന് ഉപകാരപ്പെടുന്നൊന്നുമില്ല, അത് ബിസിനസ്സുകാർക്കേ ഉപകാരപ്പെടുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കർഷകന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അത് ആ രീതിയിലല്ല ഉപകാരപ്പെടുന്നത്. പൊതുവെ ഈ കാർഷിക രംഗത്ത് കൃഷിഭവനുകളുടെ അതുപോലെ പഞ്ചായത്തിന്റെ ഒക്കെ സഹായമൊക്കെ കിട്ടുന്നുണ്ടോ? കൃഷിഭവന്റെ പഞ്ചായത്തിന്റെ ഒന്നും സഹായങ്ങൾ വളരെ മോശമാണ്. ഇതെന്തിനാ ചില സമയത്ത് ഈ പ്രസ്ഥാനങ്ങൾ ഇരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഇവിടെ തെങ്ങും തൈ അല്ലെങ്കിൽ ഇങ്ങനെ ചില സാധനങ്ങൾ കൃഷിഭവൻകാർ തരുന്ന സമയം മഴക്കാലത്തിന് കഴിഞ്ഞിട്ടൊക്കെ തരുന്നുണ്ട്. അത് എന്തിനാ ഇവർ തരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഉണങ്ങാൻ പണ്ട് പറയാറുണ്ട്, ഇത് ഉണങ്ങാനിട്ട കപ്പ, പിന്നെ തിന്നാനുള്ള കപ്പ ഇനി വേറെ ഇടണമെന്ന് എന്ന് പറഞ്ഞാൽ ഉണങ്ങിപ്പോവും കപ്പ. ആ സമയത്തിട്ട തിന്നാനുള്ളത് വേണേ ഇടണം എന്ന് പറഞ്ഞ പോലെ ഈ കൃഷി ഇറക്കേണ്ട സമയത്ത് തന്നെ ഈ കൃഷിഭവനിൽ നിന്ന് ഏതെങ്കിലും സാധനങ്ങൾ തരാനാണെങ്കിൽ തരാനുണ്ട്. ഇവിടെ 12 എണ്ണോ 18 എന്തോ പറഞ്ഞ് കൊടുത്തല്ലേ ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഇനങ്ങളാണ്. പക്ഷെ അത് അല്ലാതെ ഒരു പ്രാവശ്യം കണ്ടു, ആ കൊടുത്തല്ലേ എന്നാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ തിരിഞ്ഞു പോലും നോക്കാതെ കൃഷിഭവനിൻ്റെ വാതൊക്കെ ഇറങ്ങിപ്പോരും അത് കൊടുത്തല്ലേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അത് കുറച്ചുകൂടെ ഉപകാരപ്രദമായി, പൈസ ഒക്കെ മുടക്കുന്നുണ്ട് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ഉപകാരപ്രദമായ രീതിയിൽ നടത്തിയായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പൊതുവെ ഈ കാർഷിക രംഗത്ത് നിൽക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടല്ലേ? കാർഷിക രംഗത്ത് നമ്മൾ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ഉറങ്ങാൻ പറ്റാതെ നോക്കി പോകാം, കഞ്ഞി കുടിച്ച് പോകാം, അല്ലാതെ നടുവൊടിയുന്ന പരിപാടിയാണ് കാർഷിക രംഗത്തെ. ഇപ്പോൾ പാലിന് മിൽക്ക് സൊസൈറ്റി ഉണ്ടായ അന്ന് മുതൽ പാൽ സൊസൈറ്റിയിൽ പാൽ അളന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അവിടെ ഒരു മെമ്പർഷിപ്പിന് തന്നെ എന്നെങ്കുരിനോട് എന്ത് ചോദിച്ചെടുത്ത് പാടുപെട്ടിട്ടാണ് എനിക്കൊന്ന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെൻഷൻ്റെ കേസ് പറയുമ്പോൾ ഇനി 5 വർഷം കൂടെ അളന്നോളെ, 60 വയസ്സായ ആളോട് പറയാണ് ഇനി 5 വർഷം കൂടെ, അത് ശരിയായി 20 രൂപ വെച്ച് ഓരോ പ്രാവശ്യം ഓരോ ആഴ്ചയിലും പാലിൻ്റെ കാശ് എടുക്കുമ്പോൾ അവർ 20 രൂപ വെച്ച് എന്തായാലും പെൻഷന് വേണ്ടിയിട്ടും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു 20 രൂപ പിരിക്കുന്നവരാണ്. ഇപ്പം അതൊന്നുമല്ല, ഇനിയും വേണം. അപ്പം ഞങ്ങളെ ഒരാളെ പോലും ഒരു ഇത്രയും കാലം പാലളന്ന് സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി പേര് 9 കുപ്പി പാലാണ് അന്ന് കൊടുക്കുന്നത്. 9 കുപ്പി പാലെന്ന് പറഞ്ഞാൽ ലിറ്റർ ഞാൻ മറന്നുപോയി. ഞങ്ങൾ ചായക്കട കൊടുത്തോണ്ടിരുന്ന 9 കുപ്പിയാണ്. അത് അതേപടി എല്ലക്കൽ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അന്ന് മുതൽ ഇന്ന് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വരെ പാല് അളന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുല്ല് ഒന്ന് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് 2 ആടിന് 5 ഇപ്പോൾ വാങ്ങിച്ച് ആട് കൃഷിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ കൃഷിക്കാരന് ഇത് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്, പുല്ല് ചെത്ത്. പക്ഷേ അതിനെ ആട്ടും കൂടി എന്ന് ചോദിച്ചപ്പം പഞ്ചായത്ത് മെമ്പർ പറയുന്നത് അത് തൊഴിലുറപ്പ് ചെയ്താലേ അവർ കൊള്ളുന്നതാണ് പറയുന്നത്. ഈ ഒരു ശരിക്കുള്ള കൃഷിക്കാരൻ എങ്ങനെ തൊഴിലുറപ്പിന് പോകും ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാകാം. ഞാൻ സ്വന്തം പറമ്പിലെ പണികളും നോക്കി അവരുടെ കാര്യങ്ങളും നോക്കി കന്നാലിയല്ലേ ആടുണ്ട് അല്ല അതിൻ്റെ കാര്യങ്ങളും നോക്കിയിട്ട് പിന്നെ ഇപ്പം തൊഴിലുറപ്പിന് പോകാനുള്ള സമയം കിട്ടുന്നത്. തൊഴിലുറപ്പ് അല്ലല്ല കാര്യം, അവനവൻ്റെ പറമ്പിലെ പണികൾ ചെയ്യാനായിട്ട് മിച്ചം സമയം ഉണ്ടാക്കിയിട്ട് വേണമല്ലോ തൊഴിലുറപ്പ് പോകാൻ. അതിന് സാധിക്കില്ല. കുറച്ചുകൂടെ സുതാര്യമായ രീതിയിൽ കർഷകരെ സഹായിക്കേണ്ടതാണെന്ന് മാത്രം പറയുന്നു. വീട്ടിലായിരിക്കേണ്ട വീട്ടിൽ ഭാര്യയും 3 മക്കളുമാണ്. 5 പേരാണ് ഞങ്ങളുള്ളത്. മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് 3 പേരും കല്യാണം കഴിച്ചു. 3 പേർക്ക് 2 മക്കളായി. അപ്പോൾ വീട്ടിൽ നിലവിലുള്ളത് ചേട്ടനും ഭാര്യയും മാത്രമേ ഉള്ളൂ? ഞങ്ങൾ 2 പേര് വീട്ടിലിപ്പോൾ ഉള്ളൂ. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, വെള്ളത്തോൾ പഞ്ചായത്തിലെ എല്ലക്കലിലെ ഒരു ജൈവ കർഷകനായ ശ്രീ കുര്യൻ PK പുത്തൻപുരയിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലക്കൽ പ്രദേശത്തെ മികച്ച ജൈവ കർഷകനായ ശ്രീ PK കുര്യനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ഗ്രാമ്പുവിൻ്റെ ഔഷധ ഗുണങ്ങൾ. ഔഷധ പെരുമയേറിയ സുഗന്ധവിളകളിലൊന്നാണ് ഗ്രാമ്പു. സുഖകരമായ നറുമണമാണ് ഗ്രാമ്പുവിൻ്റേത്. ഗ്രാമ്പുവിനെ സുഗന്ധപൂരിതമാക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന യൂജിനോൾ എന്ന ഘടകമാണ്. ഗ്രാമ്പു മൊട്ടുകൾ ഉണക്കിയെടുത്താണ് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഗ്രാമ്പു മൊട്ടിനു പുറമെ ഇല, കായ്, തൊലി, വേര് എന്നിവയും ഔഷധയോഗ്യമാണ്.
ദേവപുഷ്പ, വരാള, ലവംഗ, ഭൃംഗം, ശ്രീപ്രസൂനകം എന്നീ പേരുകളിലാണ് ആയുർവേദത്തിൽ ഗ്രാമ്പുവിനെ അറിയുക. ഏറെ പോഷകപ്രദവും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയുമാണ് ഗ്രാമ്പു. അന്നജം, നാരുകൾ, മാംഗനീസ്, ജീവകം കെ, ജീവകം സി ഇവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ജീവകം സി ബലവും പ്രതിരോധ ശക്തിയും നൽകും. നാരുകളാകട്ടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഒപ്പം കുടൽ സ്ഥലത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന മാംഗനീസ്. പല്ലുവേദനയ്ക്കും ഉത്തമ ഔഷധമാണിത്. ബാക്ടീരിയയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനാൽ പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഗ്രാമ്പു ഗുണം ചെയ്യും. കൂടാതെ ഗ്രാമ്പുവിലെ യൂജിനോൾ ഘടകം ഫ്രീ റാഡിക്കലുകളുടെ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്യുന്നു. പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ, പനി, അർശസ്, അർബുദം, വാതം, ദന്തരോഗങ്ങൾ, മോണരോഗം, വായ്പുണ്ണ്, മുണ്ടിനീര്, ഛർദി, വയറുവീർക്കൽ, ത്വക്കുരോഗങ്ങൾ ഇവയുടെ ശമനത്തിനാണ് ആയുർവേദം കൂടുതലായും ഗ്രാമ്പുവിനെ ഉപയോഗിക്കുക. 1/2 ഗ്രാം ഗ്രാമ്പു പൊടി തേനിൽ ചാലിച്ച് കഴിക്കുന്നത് പനിയും ചുമയും അകറ്റി വിശപ്പുണ്ടാക്കും. ഔഷധങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഗ്രാമ്പു ചതച്ച് മോരിൽ കുറുക്കി മുണ്ടിനീരിൽ പുറമേ പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യും. 1 ഗ്രാം ഗ്രാമ്പു ചെറുതായി ചൂടാക്കി അല്പം ഉപ്പും ചേർത്ത് ചവച്ചിറക്കുന്നത് തൊണ്ടവേദന ശമിപ്പിക്കും. 1 ഗ്രാം ഗ്രാമ്പു പൊടി 2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വയറുവേദന അകറ്റും. 1 ഗ്രാം ഗ്രാമ്പു 2 ഗ്രാം പെരുംജീരകവും ചേർത്ത് 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് പകുതിയാക്കി കുടിക്കുന്നത് ചുമയും ശ്വാസം മുട്ടലും അകറ്റും. ഗ്രാമ്പു നേർമയായി പൊടിച്ച് നെറ്റിയിൽ പുരട്ടുന്നത് തലവേദന കുറയ്ക്കും. ഗ്രാമ്പു തൈലം സമം കടുകെണ്ണയും ചേർത്ത് വേദനയുള്ളിടത്ത് പുരട്ടുന്നത് ആശ്വാസം പകരും. ഗ്രാമ്പു പൊടിച്ചത് തേനിൽ ചാലിച്ച് അലിയിച്ചിറക്കുന്നത് അരുചി അകറ്റും. ഗ്രാമ്പു പൊടിച്ച് പഞ്ചസാര ചേർത്ത് ചവച്ചിറക്കുന്നത് ഛർദി അകറ്റും. 1 ഗ്രാം വീതം ഗ്രാമ്പുവും ഇഞ്ചിയും ചതച്ച് ചേർത്ത് ചായ ഉണ്ടാക്കി കഴിക്കുന്നത് ജലദോഷം അകറ്റും. വേദനയുള്ള പല്ലിൽ ഗ്രാമ്പു തൈലം പഞ്ഞിയിൽ മുക്കി കടിച്ചു പിടിക്കുന്നത് വേദന ശമിപ്പിക്കും. ഗ്രാമ്പു ചതച്ചിട്ട മോരുകറി അർശസ് രോഗികൾക്ക് ഗുണം ചെയ്യും. അല്പം ഗ്രാമ്പു തൈലം ഇളം ചൂടുവെള്ളത്തിലൊഴിച്ച് കവിൾ കൊള്ളുന്നത് വായ്നാറ്റം, പല്ലുവേദന ഇവയ്ക്ക് ശമനമുണ്ടാക്കും. 1 ഗ്രാം ഗ്രാമ്പു സമം വെളുത്തുള്ളി നീരും തേനും ചേർത്ത് കഴിക്കുന്നത് ആസ്മയ്ക്ക് ആശ്വാസമേകും. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.